Siri, when did iPhone 16 launch? Here's what I found. Alexa, when did iPhone 16 launch? iPhone 16 was released on the 20th of September 2024. കണ്ടില്ലേ, ഇത്രയ്ക്കും പരിതാപകരമാണ് ഐഫോൺ 16 പ്രോ. സ്വന്തം കമ്പനി ഉണ്ടാക്കിയ സ്വന്തം ഫോണിൻ്റെ അകത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഈ ഡിവൈസ് എപ്പോഴാണ് റിലീസ് ചെയ്തത് എന്നുള്ള ഒരു വിവരം പോലുമില്ല. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചൊരു ഫീല് വരുന്നത്. ഈ കൺസെപ്റ്റ് കാർ പ്രോട്ടോടൈപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? 1.3 ലക്ഷം രൂപ മുടക്കി ആപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് വാങ്ങിച്ച ഒരു ഫീലാണ് എനിക്ക് ഐഫോൺ 16 പ്രോ യൂസ് ചെയ്യുമ്പോൾ. ഐഫോൺ 16 പ്രോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ക്ലൂ തരാം. ആപ്പിളിന്റെ ഐഫോൺ 16 സീരീസിന്റെ ഏതൊരു അഡ്വർടൈസ്മെന്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഹലോ ആപ്പിൾ ഇന്റലിജൻസ്. സത്യം പറഞ്ഞാൽ നമ്മളോട് ഒരാൾ ഐഫോൺ 16 പ്രോയോ ഇതിൽ എന്താണ് പുതിയതായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പുതിയ ബട്ടൺ എങ്ങാനും പറഞ്ഞാൽ ഞാൻ ഇടിക്കും. എനിക്ക് പറയാൻ പറ്റിയ ഒരേ ഒരു കാര്യം ആപ്പിൾ ഇന്റലിജൻസ്. ആൻഡ് ആപ്പിൾ ഇന്റലിജൻസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ചില വീടുകളിലൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന പട്ടി ഉണ്ടാവും കയറിൽ കെട്ടിയിട്ടേക്കുന്ന. ആ കയർ പൊട്ടിക്കഴിഞ്ഞാൽ ആ വീടിന്റെ ഉടമസ്ഥന്റെ ഒരു അവസ്ഥയില്ലേ, എനിക്ക് തോന്നുന്നു അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ആപ്പിളും ആപ്പിൾ ഇന്റലിജൻസും. ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വന്നിരുന്ന ഒരു കാര്യമാണ് ഇന്നോവേഷൻ. കാലക്രമേണ മറ്റ് കമ്പനികൾ ഇന്നോവേഷൻ ചെയ്യുകയും നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് ആപ്പിൾ കൊണ്ടുവരികയും, കുറ്റം പറയാൻ പറ്റില്ല, കൊണ്ടുവന്നിരുന്ന സമയത്തൊക്കെ ആപ്പിൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ഇന്നോവേഷനും എന്ത് കമ്പനിയും ചെയ്തോട്ടെ, ബട്ട് ആപ്പിൾ അത് കൊണ്ടുവരുമ്പോഴാണ് അത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആവുന്നത്. കഴിഞ്ഞ കൊല്ലം വരെ ഒരുവിധം ആപ്പിൾ തട്ടിമുട്ടിയൊക്കെ പിടിച്ചു നിന്നെങ്കിലും 2024 ആപ്പിൾ പ്രതീക്ഷിക്കാത്ത ഒരു അടി കിട്ടി. 2024 പല കമ്പനികളും സ്മാർട്ട് ഫോണുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവന്നു തുടങ്ങി. ആൻഡ് ആപ്പിളിന്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള സാംസങ് അവർ ഇറക്കിയിരിക്കുന്ന S24 Ultra എന്ന് പറഞ്ഞ ഫോണിൽ ഇറക്കുന്ന സമയത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊടുത്തു. നിസാരം 1-2 ഭാഷകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരാനായിട്ട് വൈകി കാണുമെങ്കിലും പറഞ്ഞ 80% സാധനങ്ങളും ആ ഫോൺ ഇറക്കിയപ്പോൾ ഫോണിലുണ്ടായി. എന്ന് മാത്രമല്ല, ഇതിന് മുന്നേയുള്ള പല ഫോണുകൾക്കും അപ്ഡേറ്റിലൂടെ ഈ പറഞ്ഞ പരിപാടികളെല്ലാം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മറ്റു കമ്പനികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾ കൊണ്ടുവന്നു തുടങ്ങിയപ്പോൾ ആപ്പിൾ ഉറപ്പായിട്ടും മനസ്സിലായി, ഇനിയെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ഞാൻ പുറത്ത് പറഞ്ഞില്ല എങ്കിൽ ആരും ഐഫോൺ മേടിക്കില്ല, മറ്റു ഫോണുകളിലേക്ക് ചാടും. എന്നുള്ളതുകൊണ്ട് ആപ്പിളിന്റെ ജൂൺ ഇവന്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിന് പകരം ആപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള രീതിയിൽ AI-ന്റെ കാര്യം ആപ്പിൾ പുറത്തേക്ക് പറഞ്ഞു. ആൻഡ് ഒബ്വിയസ്ലി ആ ഒരു ഇവന്റിൽ കാണിച്ച കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ആപ്പിൾ ഡസ് ഇറ്റ് ബെറ്റർ. മറ്റു കമ്പനികളെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു പരിധി വരെ മാത്രമേ ഫോണിൻ്റെ അകത്ത് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം ക്ലൗഡിലാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ മെയിൻ പരിപാടി പ്രൈവസിയാണ്. നമുക്ക് ക്ലൗഡും കാര്യങ്ങളൊന്നും ആവശ്യമേ ഇല്ല, നമ്മൾ ഓൺ ഡിവൈസിൽ ഈ പരിപാടികളൊക്കെ ചെയ്യും. ആൻഡ് മറ്റുള്ളവർ ചെയ്യുന്നേക്കാളും അടിപൊളിയായിട്ട്. അന്ന് ആപ്പിൾ അങ്ങനത്തെ ഒരു വാഗ്ദാനം തന്ന സമയത്ത് നമ്മൾക്ക് ആർക്കും ആപ്പിളിന്റെ മേത്ത് ഒരു ഡൗട്ടും ഉണ്ടായില്ല, കാരണം ആപ്പിൾ ആണ് പറയുന്നത്. ആൻഡ് വരാൻ പോകുന്ന ഐഫോൺ 16 സീരീസിൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം പ്രതീക്ഷിക്കാം എന്നുകൂടി പറഞ്ഞപ്പോൾ ഐഫോൺ 16 സീരീസ് വാങ്ങാനുള്ള ഹൈപ്പ് അങ്ങ് കുത്തനെ ഉയർന്നു. അങ്ങനെ സെപ്റ്റംബർ 2024 ഐഫോൺ 16 ഇറങ്ങി. ഫോണിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് ഇവന്റ് കണ്ടപ്പോൾ മനസ്സിലായി. കഴിഞ്ഞ 2 വർഷത്തിൽ 2 ബട്ടണുകൾ എക്സ്ട്രാ ആഡ് ചെയ്തു എന്ന് മനസ്സിലായി. പക്ഷേ ആൾക്കാർ ഈ ഫോൺ വാങ്ങിക്കണമെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആപ്പിൾ ഇന്റലിജൻസ് മാത്രമായിരുന്നു. ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചർ കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരും ഐഫോൺ 16 ഓർഡർ ചെയ്യുകയും ഏകദേശം 1 മാസത്തിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഫോൺ കയ്യിൽ കിട്ടിയത്. 1 മാസമായിട്ടും ആപ്പിൾ ഇന്റലിജൻസ് എന്താണ് എന്ന് ഐഫോൺ 16 പ്രോ കണ്ടിട്ടില്ല. പല ആൾക്കാർക്കും അതിന് മുന്നേ ബീറ്റ വെർഷനുകൾ കിട്ടി തുടങ്ങി, വിച്ച് മീൻസ് കുറെ കാലമായിട്ട് ബീറ്റ ഓടുന്നുണ്ട്. വൈകാതെ തന്നെ നമുക്ക് പബ്ലിക് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള വെർഷൻ കിട്ടുമെന്ന്. അങ്ങനെ സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ കഴിഞ്ഞു, നവംബർ ആയപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് വന്നു ആപ്പിൾ ഇന്റലിജൻസിന്റെ. അതും ഇന്ത്യയിൽ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ ലാംഗ്വേജ് US ആക്കേണ്ട ആവശ്യമുണ്ടായി. അങ്ങനെ ഫൈനലി ആപ്പിൾ ഇന്റലിജൻസ് അപ്ഡേറ്റ് ചെയ്ത ശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ആപ്പിൾ ഇന്റലിജൻസ് ഈസ് നോട്ട് റെഡി. മറ്റ് കമ്പനികളെ പോലെയല്ല, പ്രൈവസി ഉണ്ട്, പേഴ്സണലൈസേഷൻ ഉണ്ട്, ക്ലൗഡ് ഇല്ല, ഓൺ ഡിവൈസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പരിപാടികളൊന്നും ഫോൺ ഇറങ്ങി 2-3 മാസമായിട്ടും ആപ്പിളിന് ഈ ഫോണിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. ഓർക്കണം, കഴിഞ്ഞ ജൂൺ തൊട്ട് പറയുന്നതാണ് ആപ്പിൾ ഇന്റലിജൻസ്. ഇനി ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള സ്ഥിതിക്ക് iOS 18 അപ്ഡേറ്റും വന്നു. ബഗ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും 1-2 എവിടെയെങ്കിലും കഷ്ടി നമ്മൾ നോക്കി കണ്ടുപിടിച്ചാലായി എന്ന അവസ്ഥയായിരുന്നു. iOS 18 ഇറങ്ങിയ പിന്നെ ബഗ്ഗുകളുടെ മേളോ. അപ്ഡേറ്റിന് ശേഷം ചാർജറിൽ കുത്താതെ പോലും ഫോൺ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുന്നു, ഇടയ്ക്ക് ലോക്ക് സ്ക്രീൻ കാണാണ്ടാവുന്നു, സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്തതായിട്ട് തന്നെ അവിടെ അറിയുന്നില്ല, ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താലും ആപ്പ് ലൈബ്രറിയിൽ കിടക്കുന്നു, പണ്ടെപ്പോഴും ഡിലീറ്റ് ചെയ്ത ഫോട്ടോകളെല്ലാം തിരിച്ചു വരുന്നു, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ എടുത്തായി കാണിക്കുകയും എന്നാൽ ഗാലറിയിൽ അത് സേവ് ആവാത്ത അവസ്ഥയും, വീഡിയോ എടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ഒരു ഗ്ലിച്ച് വന്ന് വീണ്ടും സ്മൂത്ത് ആവുന്ന അവസ്ഥ. ഇതിനെല്ലാം ഉപരി ഒരു മനുഷ്യനും മനസ്സിലാവാത്ത രീതിക്കുള്ള ഒരു ഫോട്ടോസ് ആപ്ലിക്കേഷനും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആപ്പിൾ ഇതൊക്കെ ഫിക്സ് ആക്കുന്നതിന്റെ കൂട്ടത്തിൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ അപ്ഡേറ്റും കൂടെ കൊണ്ടുവന്നത്.
ആകെ മൊത്തം കുളമായി. ആപ്പിൾ ഇന്റലിജൻസിന്റെ മെയിൻ പരിപാടി നോട്ടിഫിക്കേഷൻ സമ്മറി ആക്കി തരിക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ആപ്പിൾ ഇന്റലിജൻസിന് ഈ നോട്ടിഫിക്കേഷനുകൾ സമ്മറി ആക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് കിട്ടാത്തൊരവസ്ഥ വരുന്നു. അതായത് 4 അൺറിലേറ്റഡ് മെസ്സേജുകൾ ഒരാൾ അയച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 മെസ്സേജുകളും കൂടെ കൂട്ടി ഒരൊറ്റ മെസ്സേജ് എന്നുള്ള രീതിയിൽ സമ്മറൈസ് ചെയ്ത് അട്ടർ ബ്ലണ്ടത്തരമായിട്ട് കാണിക്കുന്ന അവസ്ഥ. സമ്മറൈസേഷൻ ഓൺ ആക്കി വെച്ച പല ആപ്ലിക്കേഷനും ചില സമയത്ത് സമ്മറൈസ് ചെയ്യും, ചില സമയത്ത് സമ്മറൈസ് ചെയ്യാറില്ല. എന്നാൽ സമ്മറൈസേഷൻ പാളിയെങ്കിലും റൈറ്റിംഗ് ടൂൾസ് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ഞാൻ സാംസങ്ങിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും യൂസ് ചെയ്യുന്നതാണ് ഈ റൈറ്റിംഗ് ടൂൾസ്. അതായത് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഇമെയിലോ അയക്കുമ്പോൾ അത് മൊത്തം സെലക്ട് ചെയ്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്ത് അയക്കുന്നത്. ആൻഡ് സാംസങ്ങിൽ ആ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലത് തന്നെയാണ്. പക്ഷേ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു ഐഫോണിലുള്ള ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ഹ്യൂമൻലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, ഒരു ക്രിയേറ്റീവ് ആയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ആപ്പിൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ ഹ്യൂമൻലി ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് ഒരു പക്ക കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു റോബോട്ട് സംസാരിക്കുന്ന പോലെയുള്ള ടെക്സ്റ്റിലാക്കി തരും. ആൻഡ് ആ ഒരു ഇമെയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗൂഗിൾ വിചാരിക്കും ഇത് ഏതോ റോബോട്ട് അയക്കുന്നതാണ്, സ്പാം ആണെന്ന് പറഞ്ഞാൽ സ്പാമിൽ പോവാം. എന്നാൽ വാട്സാപ്പിലാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ ആൾക്കാർ നമ്മളോട് ചോദിക്കും നിന്റെ ഫോൺ ഹാക്ക് ആയോ എന്ന്. ഇനി പുതിയ സിറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആനിമേഷൻ ഒരു രക്ഷയില്ല. ആനിമേഷൻ നമ്മൾ നോക്കി കണ്ടിരുന്ന് കൊതിച്ചു പോകും. ഇത്തരത്തിലുള്ള ആനിമേഷൻ മറ്റ് ഫോണുകളിൽ വന്നിരുന്നുവെങ്കിൽ. എന്നാൽ പഴയ വേഞ്ഞ് പുതിയ കുപ്പി എന്നുള്ളതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ് പുതിയ സിറി. അഡ്വർടൈസ്മെന്റുകളും ഇവന്റും പ്രകാരം മുന്നത്തേക്കാളും എത്രയോ അടിപൊളിയാണ് ഈ ഒരു സിറി എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ സ്ക്രീനിൽ എന്താണുള്ളത് എന്ന് ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് ആക്ഷൻസ് ചെയ്യുകയും പല ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കൂടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്നൊക്കെയാണ് പറയുന്നത്. ഈവൻ സിറിനോട് നിങ്ങൾ സംസാരിച്ച് കണ്ടിന്യൂസ് കോൺവെർസേഷൻ വരെ നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. വാട്ട് ഡേ ഈസ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്? It's Wednesday, December 4th, 2024, in S. Narayanakir. യെസ്, കണ്ടോ, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് December 4 ആണ് എന്ന്. സിറി, when is Independence Day celebrated in India? August 15th, 2025 is Independence Day in India. Why do we celebrate this day? ഒരേ കാര്യം ഞാൻ തിരിച്ചും മറിച്ചും പറയുമ്പോൾ 2 റെസ്പോൺസ്. സിറി, വാട്ട് ഈസ് ഓൺ മൈ സ്ക്രീൻ? Sorry, I don't understand. ഇപ്പോഴും സിറിക്ക് എന്താണ് സ്ക്രീനിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഈ വക പരിപാടികളൊക്കെ എപ്പോൾ ഐഫോണിൽ ആപ്പിൾ ഇൻ്റലിജൻസിൽ വരുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ഡേറ്റ് പറയുന്നത് മാർച്ച് 2025 ആണ്. അതായത് ജൂണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആപ്പിൾ ഇൻ്റലിജൻസ് സെപ്റ്റംബറിൽ ഇറങ്ങിയ ഐഫോണിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തിന് ശേഷം മാത്രമേ വരികയുള്ളൂ എന്ന്. ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഐഫോൺ 17 വേണ്ടി അവർ പ്ലാൻ ചെയ്തിരുന്ന ഫീച്ചറുകൾ മറ്റ് കമ്പനികൾ ഇപ്പോഴേ ഇറക്കി തുടങ്ങി എന്നുള്ളതുകൊണ്ട് ധൃതി പിടിച്ച് ഐഫോൺ 16 കൊണ്ടുവരാനായിട്ട് അവർ നോക്കിയിട്ട് ഐഫോൺ 16 ഇറക്കുന്ന സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊന്നും റെഡി ആവില്ല എന്നറിഞ്ഞുവെങ്കിലും അതറിഞ്ഞാൽ ആൾക്കാർ 16 മേടിക്കാണ്ട് 17 മേടിക്കുള്ളൂ എന്നുള്ള ബോധോദയം വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഐഫോൺ 16 സീരീസ് വിറ്റേ പറ്റൂ എന്നുള്ളത് കൊണ്ട് അവർ ചുമ്മാ ആപ്പിൾ ഇന്റലിജൻസ് വെച്ച് ഐഫോണിനെ മാർക്കറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് ഒരു ഡേറ്റ മോഡൽ വെച്ചിട്ടാണ്. ഈ ഡേറ്റ മോഡൽ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. ആൻഡ് ഇതിനെ അപ്ഡേറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നത് പല ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള ഇൻപുട്സ് ആണ്. സോ നിങ്ങളുടെ ഡേറ്റ മോഡൽ ഫോണിനകത്താണ് ഓഫ്ലൈൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഒരു ഓൺലൈൻ മോഡലിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരുടെ ഫോണിൽ നിന്നും കണ്ടിന്യൂസ്ലി ലൈവ് ഡേറ്റ ഡെയിലി കിട്ടുന്നുണ്ട്. അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്ത് വരാനായിട്ട് പറ്റും. ഇനി പല ആൾക്കാരും പറയുന്നു എൻ്റെ ഡേറ്റ ക്ലൗഡിൽ പോയി കഴിഞ്ഞാൽ അതൊരു പ്രൈവസി ഇഷ്യൂ ആണെന്ന് വെച്ചാൽ 2024 100% പ്രൈവസി ഉള്ള എന്ത് സാധനമാണുള്ളത്? ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ തന്നെ ഒരു മോഡൽ ഉണ്ടാക്കി വെക്കേണ്ടി വരും. ബട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് തന്നെ പബ്ലിക് ആയിട്ട് പല ആൾക്കാരുടെ റെഫറൻസുകൾ എടുത്തിട്ടുള്ള മോഡൽ വെച്ചാണ്. സോ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഇല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ പഴയ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഉണ്ടായ ക്ലിപ്പ് ബോർഡ് അസിസ്റ്റന്റ് പോലെയാവും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രീഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞു വെക്കുന്നു, ആ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമ്മളോട് തിരിച്ച് പറഞ്ഞു തരുന്നു. ഇനി ക്യാമറ കൺട്രോൾ ബട്ടൻ്റെ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ ഞാൻ ഈ ഫോൺ മേടിച്ചിട്ട് ഏകദേശം ഒരു 20 പ്രാവശ്യം, ഇപ്പോൾ 21ാമത്തെ പ്രാവശ്യം മാത്രമേ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. കാരണം എന്തിനാണ് ആ ബട്ടൺ പ്രസ് ചെയ്യേണ്ടത്? എൻ്റെ മൈൻഡിൽ വരിക പോലും ഇല്ല അങ്ങനെ ഒരു ബട്ടൺ ഉണ്ടെന്ന്. കാരണം ക്യാമറ ഓപ്പൺ ആക്കാൻ ജസ്റ്റ് ഞാൻ സ്വൈപ്പ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, സൂം ചെയ്യാനായിട്ട് ഇങ്ങനെ ഇവിടെ പിടിച്ചിങ്ങനെ വലിക്കുന്നു, സൂം ചെയ്യുന്നു. വൈ ഷുഡ് ഐ യൂസ് ദിസ് ബട്ടൺ? ഇനി പുതിയ ഫോണിൽ നിങ്ങൾക്ക് AAA ഗെയിംസ് അടിപൊളിയായിട്ട് കളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അസാസിൻസ് ക്രീഡ് മിറാജ് എന്ന് പറഞ്ഞ പുതിയ വെർഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. ആൻഡ് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട്. എനിക്കറിയില്ല ഇത്രയും നല്ല പ്രോസസ്സറുള്ള ഫോണിൽ എങ്ങനെ ഫ്രെയിം ഡ്രോപ്സ് വരുമെന്ന്. ബട്ട് ഈവൻ ആപ്പിളിൻ്റെ അവരുടെ ഫോൺ ഇറങ്ങിയ സമയത്ത് ഡെമോ കാണിച്ച സമയത്ത് ആ ഒരു ഡെമോയുടെ സ്ക്രീനിലും ഫ്രെയിം ഡ്രോപ്സ് ഉണ്ടായി. ഇനി ക്യാമറയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഐഫോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ
സീരിയസ്ലി ഇത്രയും ഫോണുകൾ ഞാൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഇതിൻ്റെ ക്യാമറ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നു. സാംസങ്ങിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് രണ്ടെണ്ണത്തിനെ വരുന്നതെന്ന്. ബട്ട് ഈ അടുത്ത് ഇറങ്ങിയിരിക്കുന്ന വിവോയുടെ ഫോൺസ് ആയിക്കോട്ടെ, ഓപ്പോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തോ 2024 ആ ഫോണുകൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഇതൊരു 2014 നിൽക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. കാരണം തീരെ നമുക്ക് ബൊക്കേസ് മാറ്റാനുള്ള കൺട്രോളില്ല, എഡ്ജ് ഡിറ്റക്ഷൻസ് ഓക്കെ നമുക്ക് ആ ഒരു പ്രൊഫൈൽസും പലതരം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ മിസ്സിംഗ് ആണ്. സോ ഓവറോൾ ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്ന പല ഫോണുകളുള്ളപ്പോൾ ഈ ഒരു ഫോൺ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ചുരുക്കമായിട്ട് മാറും. എന്നാൽ വീഡിയോയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഫോൺ മേടിക്കുന്നതെങ്കിൽ വീഡിയോയുടെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പല ആൻഡ്രോയിഡ് ഫോണുകളിലും ഇതിലും അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്ന കേപ്പബിലിറ്റീസ് വന്നു തുടങ്ങി. പിന്നെ ബേസിക്കലി ബാറ്ററി കുറയുന്ന സമയത്ത് ഞാൻ എൻ്റെ iPhone 15 Plus വരെ ലോ പവർ മോഡ് യൂസ് ചെയ്യുമായിരുന്നു. അതൊരു 60 Hz സ്ക്രീനാണ്. ബട്ട് ലോ പവർ മോഡ് യൂസ് ചെയ്യുമ്പോഴും എനിക്ക് അത്ര ആ ഒരു സ്ക്രീനിലുള്ള ജിറ്ററിങ്ങോ അല്ലെങ്കിൽ റിഫ്രഷ് റേറ്റ് കുറയുന്നത് പോലെ ഒന്നും ഫീൽ ചെയ്യില്ല. 60 Hz വിൽ ബി 60 Hz. പക്ഷേ 120 Hz ഈ ഒരു ഡിസ്പ്ലേ ഞാൻ പവർ സേവർ അല്ലെങ്കിൽ ബാറ്ററി സേവർ മോഡിലേക്ക് ഇടുന്ന സമയത്തുണ്ടല്ലോ എന്തോ 120-40 Hz 30 Hz സ്ക്രീൻ ആയ മാതിരി ഒരു ഫീലായി. എന്ത് ലാഗാണ്, എന്ത് ഗ്ലിച്ചാണ്, എനിക്ക് യൂസ് ചെയ്യാനേ ഫോൺ തോന്നാത്ത അവസ്ഥയിലാണ് ഇതിൻ്റെ പവർ സേവിംഗ് മോഡ് കിടക്കുന്നത്. 15 വരെ ഒരു പ്രശ്നം ഉണ്ടായില്ല. 15 ഞാൻ യൂസ് ചെയ്ത് 15 Plusലൊന്നും ഒരു കുഴപ്പം ഉണ്ടായില്ല. എനിക്ക് അങ്ങനെ ഒരു പവർ സേവിംഗ് മോഡിലാണെന്നുള്ള ഫീല് വന്നിട്ടുണ്ടായില്ല. ബട്ട് ഇതിനകത്ത് അത് ഓൺ ആക്കുമ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ട്, ഇത് ഓഫാക്കാം എന്നെനിക്ക് തോന്നുന്നു. ബട്ട് ഓൺലി തിങ് ഇസ് ബാറ്ററി ഈസ് ഓക്കെ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കഴിഞ്ഞ 15 Proയുടെയൊക്കെ ബാറ്ററി പരിതാപകരമായിരുന്നു. 16 Proയുടെ ബാറ്ററി വേ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ബാറ്ററി ലൈഫ് കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ iPhone 15 Plus അല്ലേ യൂസ് ചെയ്തത്, ഇപ്പോൾ 16 Pro മേടിച്ചോ, എന്തൊക്കെയാണ് ഇതിൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഒരു ക്യാമറ ബട്ടൺ ഉണ്ട് എന്ന് ഞാൻ ആദ്യം പറയും. അതിനായിട്ട് ചിന്തിക്കും ബ്രോ ഇപ്പോൾ iOS 18 വന്നില്ലേ, 18.1 വന്നില്ലേ, ഇനി 18.2 വരും, 18.3 വരും, 18.4 വരും, മാർച്ചൊക്കെ ആകുമ്പോൾ 18.5 ഒക്കെ വരും. ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം നിനക്ക് എന്തൊക്കെയാണ് കിടിലും പുതിയ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നതെന്ന്. ഫോട്ടോസ് ആപ്പിനകത്ത് ക്ലീനപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റുന്ന ആ ഒരു ഫീച്ചർ ഒന്ന് കാണിച്ചു തരാമോ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്ക് പേടിയാണ്. ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു സാധനം ക്ലീനപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഇതെന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണോ ക്ലീനപ്പ്? പണ്ട് നമ്മൾ സ്നാപ്സീഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓട്ടോ ഹീൽ എനിക്ക് തോന്നുന്നു പീപ്പിളിനൊക്കെ റിമൂവ് ചെയ്യാൻ ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. ഇതെന്തുമായി കാണിച്ചു വെച്ചേക്കുന്നത്? പല ഐഫോൺ ഫാൻ ബോയ്സും ചോദിക്കും ഇത്രയും പ്രശ്നം ബ്രോയ്ക്ക് ഈ ഫോൺ കൊണ്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പോഴും ബ്രോ ഈ ഫോൺ യൂസ് ചെയ്യുന്നത്, കളഞ്ഞൂടെ, വിറ്റുകൂടെ? ഒരു കാര്യം ഞാൻ പറയാം, നമ്മളുടെ ടെക് ചാനലാണ് എന്നുള്ളതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക് പ്രൊഡക്ട്സ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഹോബിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഞാനൊരു ടെക് ചാനൽ നടത്തുന്നുണ്ടായില്ല എങ്കിൽ എനിക്കൊരു ഐഫോൺ മേടിക്കണമെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പോയി ഒരു 15 Pro മേടിക്കും. കാരണം 15 Proയും ഇതും തമ്മിൽ എനിക്ക് യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല. ഒരു 15 Pro ഉള്ള ആൾ എന്തിന് 16 Pro മേടിക്കണം? ഒരാവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ iPhone 15 Plus ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഐ വിൽ സ്റ്റിൽ ബി ഹാപ്പി വിത്ത് iPhone 15 Plus. കാരണം ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടാത്തത് കൊണ്ട് എനിക്ക് iPhone 16 Pro മേടിച്ചില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് ഒരിക്കലും വരില്ല. അങ്ങനെ 16 സീരീസ് ആപ്പിൾ ഇൻ്റലിജൻസ് കാരണം മേടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് വിഷമിക്കേണ്ട. യു ഗൈസ് ആർ ലക്കി. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.